ഹായ് അതെ. അപ്പോൾ ഇപ്പോൾ എവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഇപ്പം ഞാനിവിടെ വന്ന് എൻ്റെ റൂംമേറ്റ്സ് എല്ലാം മലയാളികളാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കമ്പനിയായി. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു കുട്ടി അവൾ സ്വന്തം ഹാർഡ് വർക്കിൽ ഏൺ ചെയ്ത മണി കൊണ്ട് ഐഫോൺ വാങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം എന്തായാലും പോവുകയല്ലേ, ഇപ്പം ഞാനും കൂടെ പോവുകയാണ്. കാണുകയൊക്കെ ചെയ്യാമല്ലോ, പിന്നെ ഒരു സന്തോഷം. പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം ആയിട്ടുള്ള ഒരു മോളിലാണ് കേട്ടോ പോകുന്നത്. അപ്പം നമ്മൾ മോളിൽ ചെന്നിട്ട് ആദ്യം ഒരു ഷോപ്പിൽ കയറി അവിടെ വിലയെല്ലാം അന്വേഷിച്ച് എന്നിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. കാരണം നിയറസ്റ്റ് ആയിട്ട് അടുത്തൊരു ഷോപ്പുണ്ട് ഇതേ സെയിം മാളിൽ തന്നെ. അവിടെ പോയി ഒന്നും കൂടി വിലയെല്ലാം ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. കൊല്ലം പറഞ്ഞ് നടക്കുകയും ചെയ്യാം. നടക്കാനും കാഴ്ചകൾ കാണാനും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് മാൾസിലൊക്കെ വരാം. പിന്നെ പൈസ ഉള്ളവർക്ക് പർച്ചേസും ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ആ ഷോപ്പിലാണെങ്കിൽ ഡിസ്പ്ലേയിൽ ഈ വിലയും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയപ്പോൾ നേരത്തെ ആദ്യം കയറിയ ഷോപ്പിനെക്കാട്ടിലും ഇത്തിരി വില കൂടുതലായതുകൊണ്ട് നമ്മൾ റിട്ടേൺ സെയിം ഷോപ്പുണ്ടല്ലോ ആദ്യം വന്ന ഷോപ്പിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇത്. അപ്പം ഇങ്ങനെ നടന്നു കാഴ്ചകളെല്ലാം കണ്ടു പോവുകയാണ്. അത് കഴിഞ്ഞ് ഷോപ്പിൽ എത്താൻ കുറച്ച് സമയമുണ്ട്, കാരണം വഴി മാറിപ്പോയി. പിന്നെ ഏകദേശം നമ്മൾ ഷോപ്പ് കണ്ടുപിടിച്ചെത്തി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒരു വണ്ടി പോകുന്നുണ്ട് കേട്ടോ. ടയേർഡ് ആവുന്നവർക്കൊക്കെ കയറാൻ പൈസ കൊടുക്കണമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ അങ്ങനെ തിരിച്ച് ആ ഷോപ്പിലെത്തി. ഈ ഷോപ്പിലാണെങ്കിൽ അൾജീരിയയിൽ നിന്നുള്ള 2 കുട്ടികളുണ്ട്. ട്വിൻസാണ് കേട്ടോ. അതായത് ഐഡൻറ്റിറ്റിക്കൽ ട്വിൻസാണ്, ഒരേപോലെ ഇരിക്കുന്നതിന്. പിന്നെ അവർ പെട്ടെന്ന് തന്നെ കമ്പനിയായി. അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞൊക്കെ തന്നു. പിന്നെ അതിനുശേഷം അവർ അൾജീരിയയുടെ വീഡിയോസ് എല്ലാം യൂട്യൂബിൽ ഇങ്ങനെ കാണിച്ചു തന്നു. എന്നിട്ട് പിന്നെ ഇന്ത്യയുടെ കാര്യവും അവർക്ക് ഇന്ത്യയെ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവളെ സ്വന്തം എഫേർട്ടിലുള്ള മണിയിൽ മേടിക്കുന്നതിൻ്റെ ഹാപ്പിനെസ്സാണ് നമ്മൾ ഈ കാണുന്നത്.